ഞങ്ങളുടെ ട്രയോസ് ചാനലിലേക്ക് സ്വാഗതം. SSLC എക്സാം സീരീസ് ഇത് ഞങ്ങളുടെ ഒരു പുതിയ ഉദ്യമമാണ്. SSLC എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞങ്ങളിത് സമർപ്പിക്കുന്നു. ഈ കൊറോണ കാലം നമ്മളെ ആകെ ഒരു ചോദ്യചിഹ്നത്തിൽ എത്തിച്ചു നിർത്തിയിരിക്കുകയാണ്. അതായത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു ഈ കാലം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ആശയമാണ് ഈ SSLC എക്സാം സീരീസ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം. നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം. ഇന്ന് ഞാൻ SSLC ബയോളജി എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാം അറിയാം ഈ കാലത്ത് ബയോളജിക്കുള്ള ഇമ്പോർട്ടൻസ്. ഇന്ന് ഈ കൊറോണ വൈറസ് നമ്മളെ ആകെ ഒരു ചോദ്യചിഹ്നത്തിൽ എത്തിച്ചു. കാരണം നമുക്കതിൻ്റെ വാക്സിൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ഫീൽഡിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ സബ്ജക്റ്റിൽ താല്പര്യമുള്ളവർ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബേസിക് ഫൗണ്ടേഷൻ ആവശ്യമാണ്. പല സ്കൂളുകളിലും അങ്ങനെ ഒരു ഫൗണ്ടേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. കാരണം പലരും ഇതൊരു കടമയായിട്ടല്ല കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതിന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നായാലും കൂടുതൽ വായിച്ചാണെങ്കിലോ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങളാൽ കഴിയും പോലെ ഈ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലാണ് ഞങ്ങൾ ഈ പ്രസൻറ്റേഷൻ്റെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ ഈ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മലയാളം മീഡിയത്തിലുള്ളവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സയൻറ്റിഫിക് ടേംസ് മാത്രം അവർ കൂടുതൽ റെഫർ ചെയ്യുക. നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് ബയോളജി എന്നാണ്. ഇതാണ് ബയോളജിയുടെ ഗ്ലോബൽ ഡെഫിനിഷൻ. Biology is the natural science that studies life, living organisms, including their physical structure, chemical processes, molecular interactions, physiological mechanism, development and evolution. ഇത്രയും ആശയങ്ങൾ കൂടിച്ചേരുന്നതാണ് ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. അതായത് ജീവനെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഘടനയെക്കുറിച്ച്, അതിലുള്ള രാസപ്രവർത്തനങ്ങളെക്കുറിച്ച്, തന്മാത്രകളുടെ ഇൻറ്ററാക്ഷൻസിനെ കുറിച്ച്, അതുപോലെ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, അതുപോലെ പരിണാമത്തെക്കുറിച്ച്, ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാം അടങ്ങിച്ചേരുന്ന ഒരു വലിയ സബ്ജക്റ്റാണ് ബയോളജി. പ്രത്യേകിച്ച് മെഡിക്കൽ എക്സാം എഴുതാൻ പോകുന്നവർ, അതായത് +2 ശേഷം എൻട്രൻസ് എഴുതാൻ പോകുന്നവർ ഈ ബയോളജി 10ാം ക്ലാസ്സിൽ തന്നെ തറവായിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മളിപ്പോൾ പഠിക്കുന്നതിൻ്റെ ഉയർന്ന ലെവലിലുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. ഈ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ബയോളജിയുടെ ഇമ്പോർട്ടൻസ്? എങ്ങനെയാണ് ഒരു ജീവജാലം ഉണ്ടായത്? അത് നിലനിന്ന് പോകുന്നത്? എന്തൊക്കെയാണ് അതിനുണ്ടാകുന്ന ചേഞ്ചുകൾ? ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അവ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ്, അവരും നമ്മുടെ പരിസ്ഥിതിയുമായുള്ള ഇൻറ്ററാക്ഷൻസ്, എക്കോസിസ്റ്റവുമായുള്ള ഇൻറ്ററാക്ഷൻ, ഇതൊക്കെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കും തോറും നമുക്ക് ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ കൂടി വരും. അത് ബയോളജിക്കൽ ടേംസിൽ പറഞ്ഞാലും റിയാലിറ്റി ടേംസിൽ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഫീൽഡ്, നമുക്കെല്ലാം അറിയാം അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ഫീൽഡില്ലെങ്കിൽ നമ്മളുടെ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് സ്വപ്നം മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്തിനാണ് ബയോളജിനെ കുറിച്ച് ഇത്രയും പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം എന്താണ് ബയോളജി. ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുമ്പേ അതെന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്കത് ഭാവിയിലോട്ട് ഗുണം ചെയ്യൂ. നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് കിടക്കാം. 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് സെൻസേഷൻ. സെൻസേഷൻ്റെ ഗ്ലോബൽ ഡെഫിനിഷനാണിത്. A physical feeling or perception resulting from something that happens or comes in contact with the body. അതായത് നമ്മുടെ ശരീരവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു ഫീലിംഗ്, ദാറ്റ് ഈസ് സെൻസേഷൻ. അതായത് ചൂടുള്ള വസ്തുവിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് ചൂട് ഫീൽ ചെയ്യും.
ഐസിൽ തൊടുമ്പോൾ തണുപ്പ് ഫീൽ ചെയ്യും. അതുപോലെ ഒരു മുള്ളിൽ ചവിട്ടുമ്പോൾ വേദന ഫീൽ ചെയ്യും. നാവിൽ മധുരമുള്ളതോ എരിവുള്ളതോ ആയ വസ്തു വെക്കുമ്പോൾ നമുക്ക് ആ രുചി ഫീൽ ചെയ്യും. ഇതൊക്കെ ഓരോ സെൻസേഷൻസാണ്. അങ്ങനെ ആ സെൻസേഷൻ്റെ റിസൾട്ടാണ് റെസ്പോൺസ്. എ റിയാക്ഷൻ ടു സംതിങ്, റെസ്പോണ്ട് ചെയ്യുക. ജീവനുള്ളൊരു വസ്തുവിൻ്റെ ബേസിക് ഫീച്ചറാണ് റെസ്പോൺസ്. അതായത് ഒരു മനുഷ്യന് ജീവനുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് അതിന് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാം, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ അവർ ജീവനുള്ളവരല്ലേ എന്നൊരു സംശയം വരാം. ഇത് ഗ്ലോബലി ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കും. സോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന കണ്ടൻസ് ഇതൊക്കെയാണ്. ന്യൂറോൺസിനെ പറ്റി പഠിക്കും, നെർവസ് സിസ്റ്റം അതായത് നാഡീവ്യവസ്ഥയെ പറ്റി പഠിക്കും, തലച്ചോർ, ബ്രെയിൻ, സ്പൈനൽ കോഡ്, ദെൻ ഡിസോർഡേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ നെർവസ് സിസ്റ്റം. ഇങ്ങനെയാണ് ഞാൻ ഈ കണ്ടൻറ്റിനെ തിരിച്ചിരിക്കുന്നത്. ഇത് ഓരോന്നും ഷോർട്ട് വീഡിയോസായി നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ന്യൂറോൺസിനെ പറ്റി നോക്കാം. ന്യൂറോൺസിനെ പറ്റി നോക്കുന്നതിന് മുമ്പേ എന്താണ് ഹ്യൂമൻ സെൻസേഷൻസ്? ബേസിക്കലി നമുക്ക് 5 സെൻസേഷൻസാണ് ഉള്ളത്. അതാണ് ടച്ച്, സൈറ്റ്, ഹിയറിംഗ്, സ്മെൽ, ടേസ്റ്റ്. ഈ ആറാമത്തത് എന്തുകൊണ്ട് ഇട്ടെന്ന് ചോദിച്ചാൽ, ഇത് ഈ അടുത്ത കാലങ്ങളിൽ ഈ ബയോളജിയിലെ റിസർച്ച് ഫീൽഡ് വളർന്നു കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് പ്രയോറിസെപ്ഷൻ. അതായത് സംതിങ് റിലേറ്റഡ് ടു സ്പേസ് എന്നാണ് എൻ്റെ ഡെഫിനിഷൻ. സോ ആ ഒരു കൺസെപ്റ്റിൽ കൂടുതലായി ഏത് അവസ്ഥയിലാണോ അത്, ഏത് ആവാസ വ്യവസ്ഥയിലാണോ അത്, അതിനോടുള്ള റെസ്പോൺസാണ് പ്രയോറിസെപ്ഷൻ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പിന്നീടുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ടച്ച്, സൈറ്റ്, ഹിയറിംഗ്, സ്മെൽ, ടേസ്റ്റ് ആണ് ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ സെൻസേഷൻസ്. സോ ഇതോർത്തിരിക്കുക. സോ നമ്മുടെ ബയോളജി ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഈ 2 പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ. എന്താണ് സ്റ്റിമുലൈ? സ്റ്റിമുലൈയുടെ ഗ്ലോബൽ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരിക്കുക. കാരണം പിന്നീടുള്ള പരീക്ഷകൾക്ക് ഇങ്ങനെയുള്ള ഡെഫിനിഷൻസ് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഒരു കാര്യത്തെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ മസ്റ്റാണ്. അതിന് ഇത് നന്നായി പഠിച്ചിരിക്കുക. എ തിങ് ഓർ ഈവൻ ദറ്റ് ഇവോക്സ് എ സ്പെസിഫിക് ഫങ്ഷണൽ റിയാക്ഷൻ ഇൻ ആൻ ഓർഗൻ ഓർ ടിഷ്യൂ. അതായത് നമ്മുടെ റിയാക്ഷനെ ഉത്തേജിപ്പിക്കുന്ന എന്തോ ഒരു ഫാക്ടർ, അതാണ് സ്റ്റിമുലൈ. ഫോർ എക്സാമ്പിൾ, ഒരു മുള്ളു കുത്തുകയാണ്. ആ മുള്ളു കുത്തുമ്പോണ്ടാകുന്ന വേദന നമുക്കൊരു സ്റ്റിമുലൈയാണ്. ആ വേദനയാണ് നമ്മളെ ആ ഒരു ഏരിയയിൽ നിന്ന് ആ മുള്ളെന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിൽ നിന്ന് വരയ്ക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സ്റ്റിമുലൈ തന്നെ 2 തരമുണ്ട്, ഇൻറ്റേർണൽ സ്റ്റിമുലസ് ആൻഡ് എക്സ്റ്റേർണൽ സ്റ്റിമുലസ്. ദാഹം, വിശപ്പ്, ഇതൊക്കെ ഇൻറ്റേർണൽ സ്റ്റിമുലസ് ആണ്. അതൊരു തോന്നലാണ്, എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകുമല്ലേ. ദെൻ എക്സ്റ്റേർണൽ സ്റ്റിമുലസ്, ലൈറ്റ്, സൗണ്ട്, ഇതുപോലുള്ളതൊക്കെ എക്സ്റ്റേർണൽ സ്റ്റിമുലസ് ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ചിത്രം ടേസ്റ്റ് ബഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് സംതിങ് റിലേറ്റഡ് ടു ടേസ്റ്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് അബൌട്ട് ലൈറ്റ്. സോ സ്റ്റിമുലസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു ചാപ്റ്ററിൻ്റെ മൊത്തം കണ്ടൻറ്റിനെ നമ്മൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ ഈ സംഭവം. വൺ സ്റ്റിമുലസ്, ആ സ്റ്റിമുലസ് റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നു, അത് ഇമ്പൾസായി ബ്രെയിനിലെത്തുന്നു. ദെൻ ബ്രെയിൻ അതിന് വേണ്ട റെസ്പോൺസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഓരോന്നിലും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഫസ്റ്റ് വൺ, ഇവിടെ ഈ ചിത്രത്തിൽ കൊടുത്ത എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കാണുന്നു. കണ്ടു കഴിയുമ്പോൾ സെൻസറി ന്യൂറോൺസ് അതിനെ ഇമ്പൾസായി തലച്ചോറിലെത്തിക്കുന്നു. അവിടെ ഒരു റിലേ ന്യൂറോൺ എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്. ആ റിലേ ന്യൂറോൺ നമ്മുടെ ബ്രെയിനിനെ ആവശ്യമായിട്ടുള്ള റെസ്പോൺസ് എടുക്കാൻ പ്രേരിപ്പിക്കുന്നു.
ആ റെസ്പോൺസ് മോട്ടോർ ന്യൂറോണായിട്ട് നമ്മുടെ എഫ്ലെക്സർ മസിൽസ്, അതായത് നമ്മുടെ കയ്യിലുള്ള മസിൽസിനെ ആ വെള്ളം എടുത്ത് കുടിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇവിടെ ആ ഗ്ലാസ് ഓഫ് വാട്ടറാണ് സ്റ്റിമുലസ്. ആ വെള്ളം എടുത്ത് കുടിക്കാൻ പോകുന്ന ആക്ഷനാണ് അവിടുത്തെ റെസ്പോൺസ്. ഇവിടെ കണ്ണാണ് റിസപ്റ്റർ. എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെൻസറി ന്യൂറോൺ, റിലേ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, ഈ ന്യൂറോൺസിനെ പറ്റി കൂടുതൽ നമ്മൾ പിന്നീട് പഠിക്കും. സോ നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ന്യൂറോൺസ്. നമുക്ക് ആദ്യം ന്യൂറോൺസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ന്യൂറോൺസ് ആർ ദ സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ന്യൂറോ സിസ്റ്റം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺസ്. പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുവാണെങ്കിൽ ന്യൂറോൺസിൻ്റെ പാർട്ടുകളെ കുറിച്ച് പഠിക്കുക. അതിനെ നമുക്ക് നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സൈറ്റോപ്ലാസം ആൻഡ് സെൽ ബോഡി എന്നാണ്. സൈറ്റോപ്ലാസം സെൽ ബോഡി ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സൈറ്റോൺ എന്ന് പറയാം. സൈറ്റോൺ, പിന്നീട് ആക്സോൺ, ആക്സോണിൻ്റെ പാർട്ടായ ആക്സോണേറ്റ്, ദെൻ ഡെൻഡ്രോൺ, ഡെൻഡ്രോണിൻ്റെ പാർട്ടായ ഡെൻഡ്രൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഷ്വാൻ സെൽസ്. ഇങ്ങനെ പഠിച്ചിരിക്കുക. സൈറ്റോൺസ്, ആക്സോൺസ്, ഡെൻഡ്രോൺ, സിനാപ്റ്റിക് നോബ്, ഷ്വാൻ സെൽസ്. അതുപോലെ തന്നെ അതിൻ്റെ പെക്യുലാരിറ്റീസിനെ കുറിച്ചും നമ്മൾ വായിച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ കണ്ടൻറ്റ് ഏറ്റവും ഷോർട്ടായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് പോവുകയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്കറിയാം മൈലിൻ ഷീറ്റിനെ കുറിച്ച്. എന്നാൽ മൈലിൻ ഷീറ്റിനെ കുറിച്ച് വിവരിച്ച് ആ ടെസ്റ്റിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്താണ് മൈലിൻ ഷീറ്റ്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് മൈലിൻ ഷീറ്റ്, ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റീവ് കവറിങ് ദാറ്റ് സറൗണ്ട്സ് ഫൈബേഴ്സ് കോൾഡ് ആക്സോൺസ്. ആക്സോൺസിനെ കവർ ചെയ്യുന്ന ഒരു രക്ഷാകവചമാണ് മൈലിൻ ഷീറ്റ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇൻസുലേറ്റ് ദി ആക്സോൺസ്. നമ്മുടെ ആക്സോൺസിനെ സംരക്ഷിക്കുക, അതിനെ കവർ ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവിനെ അഭിവർദ്ധിപ്പിക്കുക, അതായത് കൂട്ടുക. നമുക്ക് മനസ്സിലാക്കാം ഈ ഫിഗറിൽ നിന്ന് ആക്സോൺസിനെ കവർ ചെയ്തിട്ടുള്ള മൈലിൻ ഷീറ്റ്. അവർ ഷ്വാൻ സെൽസിനെ കാണിക്കുന്നുണ്ട്. ഷ്വാൻ സെൽ എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു തരും. അതുപോലെ ഒലിഗോഡെൻഡ്രോസൈറ്റിനെ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വരെ പറഞ്ഞു തരാം. സോ മൈലിൻ ഷീറ്റിനെ കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മൈലിൻ ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. മൈലിൻ ഷീറ്റ് ഇൻ നെർവ്സ് മെയ്ഡ് ഓഫ് ഷ്വാൻ സെൽസ്. അതായത് നെർവ്സിലുള്ള മൈലിൻ ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഷ്വാൻ സെൽസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ് ഷ്വാൻ സെൽസ്, പിന്നെ പറഞ്ഞു തരാമെന്ന്. അതായത് നമ്മുടെ നെർവ്സിലുള്ള മൈലിൻ ഷീറ്റ് എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് ഷ്വാൻ സെൽസ് വെച്ചാണ്. എന്നാൽ ബ്രെയിനിലെയും സ്പൈനൽ കോഡിനെയും മൈലിൻ ഷീറ്റിന് ഉണ്ടാക്കിയിരിക്കുന്ന ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്ന ഫാക്ടർ വെച്ചാണ്. എൻട്രൻസ് പോലുള്ള പരീക്ഷകളിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചാൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൈലിൻ ഷീറ്റ് കവേഴ്സ് ദ ആക്സോൺ. ആ പോയിന്റ് ഒന്ന് എടുത്തു പറഞ്ഞതേ ഉള്ളൂ, കാരണം ഇത് കേൾക്കുന്ന ആൾ പിന്നെ ഇത് മറക്കരുത്. അതുപോലെ തന്നെ മൈലിനേറ്റഡ് സെൽസിനെ വൈറ്റ് മാറ്റർ എന്ന് പറയും, നോൺ മൈലിനേറ്റഡ് സെൽസിനെ ഗ്രേ മാറ്റർ എന്ന് പറയും. അതുപോലെ തന്നെ മൈലിൻ ഷീറ്റ്സിൻ്റെ മേജർ ഫങ്ഷൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദി ആക്സോൺ. അതായത് ആക്സോൺസിന് വേണ്ട പോഷകങ്ങളും ഓക്സിജനും ഈ മൈലിൻ ഷീറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്പൾസിൻ്റെ സ്പീഡിനെ ആക്സിലറേറ്റ് ചെയ്തു. നമുക്ക് സ്പീഡ് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ സ്പീഡായി ഇമ്പൾസ് അവിടെ എത്തണം. അതിനെ ആക്സിലറേറ്റ് ചെയ്യുന്നതിന് മൈലിൻ ഷീറ്റ് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ ഇറ്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. അതുപോലെ തന്നെ ഇറ്റ് പ്രൊട്ടക്ട് ദി ആക്സോൺസ് ഫ്രം ദി എക്സ്റ്റേണൽ ഷോക്ക്. എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നും നമ്മുടെ ആക്സോൺസിനെ സംരക്ഷിക്കുന്നു.